ജാതിവ്യവസ്ഥയുടെ ഉത്ഭവം. കേരളത്തിൽ ജാതിവ്യവസ്ഥ എങ്ങനെ തുടങ്ങി? ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ജാതിവ്യവസ്ഥ വൈകിയാണ് രൂപപ്പെട്ടത്. ചേര സാമ്രാജ്യത്തിന്റെ അധപതനത്തിനു ശേഷം ഏകദേശം 8-ാം നൂറ്റാണ്ടോടെ നമ്പൂതിരി കേരളത്തിലെ ജാതിവ്യവസ്ഥ ഇന്ത്യയിലെ മറ്റിടങ്ങളിലെ ചാതുർവർണ്ണ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഇവിടെ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്ന 4 വർണ്ണങ്ങൾ എന്നതിനു പകരം നമ്പൂതിരിമാർ ബ്രാഹ്മണരായി മുകളിൽ നിന്നു. നായർ, സാമന്ത, ക്ഷത്രിയർ തുടങ്ങിയവർക്ക് ക്ഷത്രിയ പദവി നൽകപ്പെട്ടു. മറ്റുള്ളവരെ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ജാതിവ്യവസ്ഥയ്ക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ ഉയർന്നുവന്നു. ഈ പോരാട്ടത്തിന്റെ മുൻനിരയിൽ നിന്നവർ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, പൊയ്കയിൽ യോഹന്നാൻ, സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയ മഹാത്മാക്കളാണ്. ശ്രീനാരായണ ഗുരു. ഈഴവ സമുദായത്തിൽ നിന്നുയർന്ന ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന മന്ത്രവുമായി സമൂഹത്തെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചു. 1903-ൽ അദ്ദേഹം ശിവഗിരി മഠം സ്ഥാപിച്ചു. ഈഴവർക്ക് വിദ്യാഭ്യാസവും ബ്രിട്ടീഷ് ഭരണവും സാമൂഹിക മാറ്റങ്ങളും. ബ്രിട്ടീഷ് ഭരണം കേരളത്തിൽ ജാതിവ്യവസ്ഥയെ ദുർബലമാക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ചു. വിദ്യാഭ്യാസം, റോഡുകൾ, നിയമവ്യവസ്ഥ എന്നിവയിലൂടെ പുതിയ സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങളുണ്ടായി. ദളിതുകൾക്കും പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും വിദ്യാഭ്യാസം ഇന്നത്തെ അവസ്ഥ. ഇന്ന് കേരളം ജാതിവ്യവസ്ഥയെ ഒരു പരിധിവരെ മറികടന്നിട്ടുണ്ട്. 88.7% സാക്ഷരതാ നിരക്കോടെ പട്ടികജാതി വിഭാഗങ്ങൾ വിദ്യാഭ്യാസത്തിലും തൊഴിലിലും മുന്നേറുന്നു. എന്നാൽ പൂർണ്ണമായി ജാതിചിന്ത ഇല്ലാതായിട്ടില്ല. ചില ഗ്രാമപ്രദേശങ്ങളിലും മനോഭാവങ്ങളിലും ജാതി അടിസ്ഥാനമാക്കിയുള്ള വിവേചനം ഇപ്പോഴും നിലനിൽക്കുന്നു.